വൈജ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയാണ്. വൈജ നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് തന്നെയാണ് വരുന്നത്. എല്ലാവരും കൂടി വൈജയെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ച് നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ബബിതയ്ക്ക് സംഭവിച്ചിരിക്കുന്ന ദുരന്തവും എല്ലാം അറിഞ്ഞിട്ടുണ്ടല്ലോ വൈജ. അപ്പോൾ ഇങ്ങോട്ട് തന്നെ തിരിച്ച് വരാൻ വൈജ തീരുമാനിക്കുകയാണ്. ഇനി താനൊരു അങ്ങോട്ട് മാറുമ്പോൾ മക്കളെയും കൊണ്ട് പോകാമെന്നൊക്കെയാണ് വൈജ വിചാരിക്കുന്നത്. പക്ഷേ ബബിതയുടെ ക്യാരക്ടർ വളരെ മോശമായതുകൊണ്ട് തന്നെ ബബിതയും കൊണ്ട് അങ്ങോട്ട് മാറി താമസിക്കാനായിട്ട് വൈജയ്ക്ക് നല്ല പേടിയുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വൈജ മറ്റൊരു ഹോം നേഴ്സിനെ വെച്ച് മാത്രമേ തൻ്റെ കാര്യങ്ങൾ ചെയ്യിക്കുള്ളൂ എന്ന തീരുമാനത്തോടു കൂടി ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് വരുന്നത്. ബാലചന്ദ്രൻ്റെ വീട്ടിലെത്തുമ്പോൾ തന്നെ അലീനയ്ക്ക് വളരെ സന്തോഷമാവുകയാണ് കേട്ടോ. അപ്പോൾ അലീന ബാലചന്ദ്രനോടും വൈജയന്തിയോടും പറയുന്നുണ്ട്, അച്ഛ അമ്മയെ ഞാൻ തന്നെ നോക്കിക്കോളാം, അമ്മയ്ക്ക് ഒരു കുറവും ഞാൻ വരുത്തിയിട്ടില്ല, അമ്മയുടെ കാര്യം കഴിഞ്ഞിട്ട് ഞാൻ ഇനി എന്ത് കാര്യവും നോക്കുള്ളൂ എന്നൊക്കെ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്. വൈജയന്തിയോടും അവൾ പറയുന്നുണ്ട്, മേഡത്തിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് ഇനി എനിക്ക് എന്ത് കാര്യമുള്ളൂ, മേഡത്തിൻ്റെ കാര്യം ഞാൻ തന്നെ ആയിരിക്കും നോക്കുന്നതെന്നൊക്കെ. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എൻ്റെ കാര്യങ്ങളൊന്നും നീ നോക്കിപ്പോവരുത്, എനിക്കായിട്ട് ഇവിടെ നാളോ മറ്റന്നാളോ എൻ്റെ ഹോം നേഴ്സ് വരും, അതുവരെ എൻ്റെ മക്കളും എൻ്റെ ഭർത്താവും നോക്കിക്കോളും എൻ്റെ കാര്യങ്ങൾ. ഇനി അയാൾക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ മോളുണ്ട് ഇവിടെ, അവൾ നോക്കിക്കോളും, നിൻ്റെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട, അങ്ങനെ പറയുകയാണ്. ഇത് കേട്ട് വരുന്ന ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിലത്ത് നിൽക്ക് വൈജയന്തി, നിലത്ത് നിന്നിട്ട് പൊന്താൻ ശ്രമിക്കേ, കിടക്കല്ലേ ഇപ്പോൾ, അവിടെ നിന്നെങ്കിലും ഒന്ന് നിവരട്ടെ, എന്നിട്ടാവാം നിൻ്റെ വാശിയും വൈരാഗ്യമൊക്കെ. നീ വാശിയും വൈരാഗ്യം കാണിക്കും തോറും കുഴിയിലേക്ക് തന്നെയാണ് നീയും നിൻ്റെ മക്കളുടെയും പോക്കുന്നേ, ഒന്ന് ആലോചിക്കണം. അപ്പം ഇത് കേൾക്കുന്ന വൈജ ചോദിക്കുന്നുണ്ട്, എന്ത് സംഭവിച്ചാലും ഞാനും എൻ്റെ മക്കളെന്ന് നിങ്ങൾ പറയുന്ന നാവുകൊണ്ട് അത് നിങ്ങളുടെയും കൂടി മക്കളാണെന്ന് നിങ്ങൾ ഓർക്കണം. അതേടി, അതെനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണല്ലോ ഇത്രയെങ്കിലും ഇവിടെ എനിക്ക് പിടിച്ചിടാൻ പറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എന്നേ ഇവരൊക്കെ പറന്നു പോയേനെ ഏതെങ്കിലും ലോകത്തേക്ക്, ഇല്ലാന്ന് നിനക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ വൈജ ഒന്നും മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. ബബിതയുടെ അവസ്ഥയൊക്കെ ഇത്രത്തോളം എത്തിയത് വൈജയ്ക്ക് നല്ല ബോധ്യമുണ്ടല്ലോ. ഭർത്താവിനോടുള്ള വാശിയും വൈരാഗ്യത്തിനും ഇടയ്ക്ക് ഇത്രത്തോളം തന്നോളമായ മകളെ ശ്രദ്ധിക്കാൻ വൈജയ്ക്ക് ഒട്ടും സാധിച്ചിരുന്നില്ല. എന്നാൽ ബബിതയാണെങ്കിൽ ഇപ്പോഴും അതൊന്നും നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ. അന്നത്തെ ദിവസം അലീന അവിടെ നിന്ന് അമലിനെ ആട്ടി ഇറക്കി വിട്ടെങ്കിലും ബബിത അവനെ കാണാൻ പോവുകയും ഫോൺ വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇതെല്ലാം അലീനയ്ക്കും ഏകദേശം മനസ്സിലാവുന്നുണ്ട്. അച്ഛനോടെല്ലാം ഈ പ്രശ്നങ്ങൾ, അച്ഛൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി തീർന്നിട്ട് വേണം പറയാനെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ 2 ദിവസമായിട്ടും വൈജയെ നോക്കാനുള്ള ഹോം നേഴ്സ് എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ വൈജയെ നോക്കാനായിട്ട് ഹോം നേഴ്സിനെ വിടാമെന്ന് പറഞ്ഞിരുന്നത് നമ്മുടെ കമലയാണല്ലോ. അപ്പോൾ കമലയെ വിളിച്ചിട്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട്, എവിടെയാണ് ഏട്ടത്തി പറഞ്ഞ ആ ഹോം നേഴ്സ്? ഇതുവരെ ഇങ്ങോട്ട് എത്തിയില്ലല്ലോ, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ കമല പറയുന്നുണ്ട്, എടി അവൾ അങ്ങോട്ട് വരാൻ നിന്നതായിരുന്നു, അപ്പോഴാണ് അവളുടെ കൊച്ചിനെന്തോ വയ്യാന്ന് പറഞ്ഞിട്ടേ അവൾ പിന്നെയും ലീവ് എന്തോ നീട്ടി ചോദിച്ചിരിക്കുകയാണത്രേ. നിനക്ക് വേണ്ടിയിട്ട് ഇനി പുതിയ ഒരാളെ വിടും വൈജയെ, നീ ടെൻഷൻ അടിക്കാണ്ടിരിക്കേ. ഇത് കേൾക്കുമ്പോൾ വൈജയ്ക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോൾ കമലയെ കുറേ ചീത്ത പറയുകയാണ്, ഇടത്ത് കണ്ടുപിടിച്ച ഒരാൾ കൊള്ളാം, ഒരാൾ വയ്യാതെ കിടക്കുമ്പോൾ അയാളുടെ അടുത്തേക്ക് എത്തേണ്ട ഉത്തരവാദിത്തമല്ലേ ഹോം നേഴ്സിനുള്ളത്, എന്നിട്ട് അവരെ കാര്യവും കഴിഞ്ഞ് ഇനി എന്തായാലും അവളോട് വരണ്ടാന്ന് പറഞ്ഞേക്ക്, അവളെ മോളെയും നോക്കി അവളോട് അവിടെ തന്നെ നിന്നോളാൻ പറഞ്ഞേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും വന്നിട്ട് 2-3 ദിവസമായി. അന്ന് കയറിയതാണ് കേട്ടോ റൂമിൽ. അലീനനെ കൊണ്ട് റൂമിൽ കയറാനോ അലീനനെ കൊണ്ട് തൻ്റെ കാര്യങ്ങൾ ചെയ്യിക്കാനോ ഒന്നും വൈജ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ കട്ടിലിലായി ഓരോയേ കിടപ്പാണ്. അപ്പോൾ പെട്ടെന്നൊന്ന് ബബിതനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ വിളിക്കുമ്പോൾ തന്നെ ബബിത വരുന്നുണ്ട്. എന്താ അമ്മേ, എന്താ വിളിച്ചേ എന്ന് ചോദിക്കുമ്പോൾ ബബിതനോട് പറയുന്നുണ്ട്, എടി എനിക്കൊന്ന് മുറ്റത്തേക്കൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെടി, നീ എന്നെ വീൽ ചെയറിൽ ഇരുത്തി നമ്മുടെ ഗാർഡനിലൊക്കെ ഒന്ന് എന്നെ കൊണ്ട് നടക്കുമോ, എനിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നുന്നു എന്ന് പറയുമ്പോൾ ബബിത പറയാം, എൻ്റെ അമ്മ എന്താ ഈ പറയുന്നേ, എനിക്കതൊന്നും ചെയ്യാനൊന്നും അറിയത്തൊന്നുമില്ല, അമ്മ വേണമെങ്കിലേ അച്ഛനെ വിളിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ബബിത ഒരു പോക്കങ്ങോട് അവൾ ചെയറിലോട്ട് കയറി പോവാണ്.
ഇത് കണ്ടു നിൽക്കുന്ന അലീന വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മാഡത്തിനെ ഞാൻ പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോട്ടെ, മാഡത്തിനെ ഞാനൊന്ന് ഫ്രഷപ്പ് ആക്കി തരട്ടെ, ഒന്ന് സമ്മതിച്ചൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജയ്ക്ക് സമ്മതിക്കണം എന്നുണ്ട്. കാരണം വൈജയും വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാണല്ലോ. അപ്പം എങ്കിലും വൈജയുടെ ഉള്ളിലായ ഒരു ദേഷ്യവും കുശുമ്പും ഒക്കെ കൊണ്ട് വൈജ, എനിക്ക് നീ ഒന്നും ചെയ്തു തരണ്ടടി, നീ ഒന്ന് ഇറങ്ങി പോയി തന്നാൽ മാത്രം മതി എന്നൊക്കെ പറയുകയാണ്. അപ്പം ഇതേ സമയം അലീന പറയുന്നുണ്ട്, മാഡം പുതിയൊരാൾ വരുന്നത് വരെയെങ്കിലും മാഡത്തിന് എന്നോട് സഹകരിച്ചൂടെ, ഞാൻ എന്തായാലും മാഡത്തിന് ഒരു ബുദ്ധിമുട്ടും ഞാൻ വരുത്തുന്നില്ല. അപ്പോൾ വൈജയന്തി ഇങ്ങനെ മനസ്സുകൊണ്ട് ആലോചിക്കുകയാണ് കേട്ടോ, ഞാൻ ഇങ്ങനെ ഇവിടെ കിടന്നിട്ട് ബുദ്ധിമുട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെയാണത്, എന്നെ തന്നെയാണ് ബാധിക്കുക. അപ്പോൾ ഇവളോടൊന്ന് സഹകരിച്ച് നിൽക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ വിചാരിക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ വൈജയന്തി അലീനയോട് പറയുന്നുണ്ട്, നീ പോയിട്ടൊരു കാര്യം ചെയ്യ്, എനിക്ക് കുളിക്കാൻ ഇത്തിരി വെള്ളമെങ്കിലും ഒന്ന് ചൂടാക്കി കൊണ്ട് തായോ, ബുദ്ധിമുട്ടാണെങ്കിലൊന്നും വേണ്ട, എൻ്റെ പുതിയ ഹോം നേഴ്സ് വരുന്നത് വരെ മതി എന്ന് പറയാണ്. അപ്പം അലീന വളരെ സന്തോഷത്തോടു കൂടി പോയിട്ട് വേഗം വൈജയനെ കുളിപ്പിക്കാനുള്ള വെള്ളമൊക്കെ ചൂടാക്കി വേഗം വരികയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ മാഡത്തിനെ ഫ്രഷപ്പാക്കി പുതിയ നൈറ്റിയൊക്കെ ഇടിച്ച് മുടിയൊക്കെ കെട്ടി വളരെ നല്ല സന്തോഷത്തോടു കൂടി നല്ല രീതിക്ക് എല്ലാം ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വൈജയന്തിക്കും നല്ല ഉഷാറ് തോന്നുകയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നപ്പോഴേ. അപ്പോൾ വൈജ തന്നെ ഇങ്ങനെ മനസ്സുകൊണ്ടൊന്ന് സന്തോഷിക്കുകയാണ്. അപ്പോൾ എങ്കിലും വൈജയുടെ ആ ഗൗരവമൊന്നും വിടുന്നില്ല, അവളോട് വല്ലാത്ത വെറുപ്പും ദേഷ്യവും തന്നെയാണ്. അപ്പോൾ ഫ്രഷപ്പ് ആക്കിയതിന് ശേഷം വേഗം പോയി ചൂടുള്ള കഞ്ഞിയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അപ്പോൾ വൈജയ്ക്ക് ഇങ്ങനെ കോരി കുടിക്കാനൊക്കെ ഒരിത്തിരി ബുദ്ധിമുട്ട് കാണുമ്പോൾ വൈജയനോട് അലീന പറയുന്നുണ്ട്, മാഡത്തിന് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ തന്നെ ചെയ്തു തരാം, മാഡം ഒന്ന് എന്നോട് സഹകരിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ വളരെ അപേക്ഷിച്ച് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ബാലചന്ദ്രൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അലീനയുടെ വെപ്രാളവും സന്തോഷവും ഒക്കെ കണ്ടിട്ട്. അപ്പോൾ അവളെ അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് കിച്ചണിലേക്ക് തിരിച്ചു വരുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരാൾ കൂടി ഇവിടെ ഉണ്ട് കേട്ടോ, നീ അതൊന്നും മൈൻഡേ ചെയ്യുന്നില്ല, ഇപ്പോൾ അമ്മയായി മോളായി ഞാൻ പുറത്തായോ അലീനെ എന്ന് ചോദിക്കുമ്പോൾ അലീന, അച്ഛാ അങ്ങനെ പറയല്ലേ അച്ഛാ, എനിക്ക് അച്ഛനല്ലേ എല്ലാത്തിനും, അച്ഛനല്ലേ എനിക്ക് ഏറ്റവും വലുത്, ഇതിപ്പോൾ അമ്മയ്ക്ക് അല്പം ബുദ്ധിമുട്ടായത് കൊണ്ട് മാത്രമാണ് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്, അച്ഛന് അങ്ങനെയൊന്നും തോന്നരുത് ട്ടാ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ലടി മോളെ, അച്ഛൻ വെറുതെ പറഞ്ഞതല്ലേ, എനിക്കറിയാം നീ ഇതൊക്കെ എത്രത്തോളം ആഗ്രഹിച്ച കാര്യമാണെന്ന്, എനിക്ക് അങ്ങനത്തെ വിഷമമൊന്നുമില്ല കേട്ടോ, മോള് പോയിക്കോ, മോള് പോയി മോളുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഫ്രീ ആവുമ്പോൾ അച്ഛനോട് സംസാരിക്കാനായിട്ടൊന്ന് വന്നാൽ മതി എന്ന് പറയുകയാണ്. എന്നാൽ ഇതേ സമയം നമ്മുടെ രോഹിത് ഇതെല്ലാം കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. രോഹിത്തിനപ്പോൾ ദേഷ്യം വന്നിട്ട് പെട്ടെന്ന് തന്നെ വൈജയുടെ റൂമിൽ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ ഇത്, അമ്മയ്ക്കിപ്പോൾ എല്ലാവരേലും വലുത് ഇപ്പോൾ അവളായി മാറിയോ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, കുളിപ്പിച്ച് തരുന്നു, ഒരുക്കി തരുന്നു, കഞ്ഞി കോരി തരുന്നു, അമ്മയ്ക്ക് നാണമില്ലേ, അമ്മയ്ക്ക് ഭയങ്കര ശത്രുവായിരുന്നല്ലോ അവൾ. അപ്പോൾ ഇത് കേൾക്കുന്ന വൈജയ്ക്ക് ദേഷ്യം വന്നിട്ട് ചോദിക്കുകയാണ്, എടാ ഞാൻ ഈ റൂമിൽ കയറി കിടക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 3 ദിവസമായി, നിങ്ങൾ ആരെങ്കിലും ഒന്ന് വന്ന് എനിക്ക് ഈ പുതപ്പെങ്കിലും എൻ്റെ ദേഹത്തൊന്ന് പുതച്ച് തരാൻ തോന്നിയിരുന്നാടാ നിനക്കൊക്കെ, എന്നിട്ട് നീ ഇപ്പോൾ എന്നോട് ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്ന, ഇവിടെ കിടന്ന് എത്ര വിളി നിങ്ങളെ ഞാൻ വിളിച്ചു, ഈ റൂമിൻ്റെ വാതുക്കൽ വരെ വരുന്നതല്ലാതെ അകത്തേക്ക് കയറി അമ്മയ്ക്ക് എങ്ങനെയുണ്ട്, അമ്മയുടെ കൈയും അമ്മയുടെ നെറ്റിയൊക്കെ പൊറുത്തോ എന്ന് പോലും നീയൊക്കെ ഒന്ന് നോക്കിയിരുന്നോ, എന്നിട്ടിപ്പോൾ എന്നോട് ചോദിക്കാൻ വന്നിരിക്കുന്നു. എടാ ഞാൻ എത്ര ആട്ടിപ്പായിച്ച് വലിച്ചെറിഞ്ഞിട്ടിട്ടും എനിക്കൊരു കാര്യം വന്നപ്പോൾ അവൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ രോഹിത്തെ, നീ അതെങ്കിലും ഒന്ന് മനസ്സിലാക്ക്, അവൻ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നു. വൈജ വല്ലാത്ത അരിശത്തോടു കൂടി അവനോട് പറയുന്നത് കേട്ടിട്ട് അവൻ ദേഷ്യം വന്ന് റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. എന്നാൽ പുറത്ത് നിന്ന് ഇതെല്ലാം ബാലചന്ദ്രനും അലീനയും കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അലീന ബാലചന്ദ്രനോട് പറയുകയാണ്, അച്ഛാ ആദ്യമായിട്ടാണ് അമ്മയുടെ നാവിൽ നിന്നിട്ട് എന്നോട് ഇത്രയും ഒരു സന്തോഷത്തോടു കൂടി അമ്മ പറയുന്നത്, എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ് അച്ഛാ, അമ്മ എന്നെ പതുക്കെ പതുക്കെ അംഗീകരിക്കുമായിരിക്കും അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അവൾ വളരെ ദയനീയമായിട്ട് തന്നെ. അപ്പോൾ ബാലചന്ദ്രൻ അലീനയുടെ കൈ ഇങ്ങനെ പിടിച്ച് തലയിലൊക്കെ ഒന്ന് തലോടിക്കൊണ്ട് പറയുകയാണ്, എല്ലാം ശരിയാവടി മോളെ, നീ ദൈവത്തിൻ്റെ സ്വന്തം ആളല്ലേ, നിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുമോ. അപ്പോൾ പെട്ടെന്ന് വൈജയുടെ റൂമിൽ നിന്ന് വൈജ അലീനയെ വിളിക്കുകയാണ്, അലീനെ ഒന്ന് ഇവിടെ വരെ വരാവോ
എന്ന് ചോദിക്കുന്നത് കേട്ട് അലീന ഓടിച്ചെല്ലാണ് കേട്ടോ. അപ്പോൾ അലീനയോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് പുറത്തൊക്കെ ഒന്ന് നടന്നാൽ കൊള്ളാമെന്നുണ്ട്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ നീ? ഓ അതിനെന്താ മാഡം, ഞാൻ ഹെൽപ്പ് ചെയ്യാമല്ലോ മാഡത്തിനെ. പെട്ടെന്ന് തന്നെ അലീന വീൽ ചെയർ എടുത്ത് അതിൽ വൈജയന്തിയെ ഇരുത്തിയിട്ട് പുറത്തൊക്കെ നടക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നടക്കാൻ പോകുമ്പോൾ അലീനയോട് വൈജയന്തി പറയുന്നുണ്ട്, വലിയ സന്തോഷം തോന്നുന്നുണ്ട് എൻ്റെ മനസ്സിൽ, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എന്ന് പറയാണ്. അപ്പോൾ അലീനയ്ക്ക് ഇതെല്ലാം കേട്ടിട്ട് വളരെ സന്തോഷമാവുകയാണ് കേട്ടോ. അപ്പോൾ കുറേ സമയത്തെ മുറ്റത്ത് ഗാർഡനിലൊക്കെ അവർ ഇങ്ങനെ ചുറ്റി നടന്നതിന് ശേഷം തിരിച്ച് റൂമിൽ കൊണ്ടുവന്ന് കിടത്തുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവുകയെ അലീനയുടെ ശുശ്രൂഷ കൊണ്ടും ഫിസിയോതെറാപ്പി കൊണ്ടും ഒക്കെ വൈജ പഴയ ലൈഫിലേക്ക് എത്തുകയാണ്. അപ്പോൾ അങ്ങനെ വൈജയ്ക്ക് ഇപ്പോൾ ഓക്കെ ആയി, സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അങ്ങനെ ഒരു ദിവസം വൈജ അലീനയോട് പറയുന്നുണ്ട്, അലീനെ ഞാനൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിൻ്റെ അടുത്തേക്ക് വന്നത്. അപ്പോൾ എന്താ മാഡത്തിന് എന്തെങ്കിലും കുടിക്കാനോ കഴിക്കാനോ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നുമല്ല, ഇതൊരു ബ്ലാങ്ക് ചെക്കാണ്, നീ എന്നെ ഇത്രയും ദിവസം നോക്കിയതിനുള്ള കൂലി അത് എത്ര വേണമെങ്കിലും നിനക്ക് ഇതിൽ നിന്ന് എഴുതിയെടുക്കാം, അതിന് ഞാനൊരു തടസ്സവും പറയില്ല എന്ന് പറയുമ്പോൾ അലീനയ്ക്ക് വളരെ വിഷമം തോന്നുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, മാഡം ഇങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് വിഷമം, ഞാൻ എൻ്റെ അമ്മയെ നോക്കുന്ന പോലെയാണ് മാഡത്തിനെ ഞാൻ നോക്കിയത്. ഏതെങ്കിലും അമ്മമാർ സ്വന്തം മക്കൾക്ക് ഇങ്ങനെ ഒരു ബ്ലാങ്ക് ചെക്ക് കൊടുക്കുമോ? അതൊരിക്കലും ഇല്ലല്ലോ മാഡം, അപ്പോൾ എന്നെ അങ്ങനെ കാണരുത് മാഡം. അപ്പോൾ അലീനയുടെ വളരെ ദയനീയമായ സംസാരം കേട്ട് വൈജയന്തിക്കും ഒരു വിഷമം തോന്നുകയാണ്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അയ്യോ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചതല്ല അലീനെ, ഞാൻ അങ്ങനെ മനസ്സിൽ നിന്നോടുള്ള വെറുപ്പ് കൊണ്ടും പറഞ്ഞതല്ല. നീ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. വീട്ടിലെ ജോലിയുടെ തിരക്കിനിടയിൽ തന്നെ നിൻ്റെ ഒരാളുടെ കൈയും കണ്ണും എന്നിലും വന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പെട്ടെന്ന് ആ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞത്. അപ്പോൾ എനിക്ക് സന്തോഷപൂർവ്വം എന്തെങ്കിലും നിനക്ക് വേണ്ടി ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ശരി, വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് വൈജ പുറത്തേക്ക് ഇറങ്ങിപ്പോരാണ്. അപ്പോൾ വൈജ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, എന്താ അവൾക്ക് ഇപ്പം ഞാൻ ചെയ്യാം, എൻ്റെ ഈ സന്തോഷത്തിൽ എനിക്ക് എന്തെങ്കിലും അവൾക്ക് വേണ്ടി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വൈജ ഇങ്ങനെ എന്തോ ആലോചിച്ചെന്ന പോലെ വൈജ പുറത്തേക്ക് കാറെടുത്ത് പോവുകയാണ്. അപ്പോൾ പോയി തിരിച്ച് വരുമ്പോൾ വൈജയുടെ കയ്യിൽ പർച്ചേസിങ് കിറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വൈജ അതൊക്കെ സോഫയിൽ വെച്ചിട്ട് അലീനേന്ന് ഇങ്ങനെ പെട്ടെന്ന് വിളിക്കുകയാണ്. അലീന ആ സമയത്ത് കിച്ചണിൽ എന്തോ തിരക്കിലായതുകൊണ്ട്, ഓ ഇപ്പോൾ വരാട്ടോ മാഡം, ഞാൻ ഇതൊന്ന് കഴിഞ്ഞോട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ബബിത വരികയാണ്. അപ്പോൾ ബബിത ഇതെല്ലാം കാണുമ്പോൾ അവൾ എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണം ജ്വല്ലറി ബോക്സാണ്, 2-3 കവറുകളിൽ നല്ല നല്ല ഡ്രസ്സുകളാണ്. അപ്പോൾ ഇത് കാണുന്ന ബബിത, അമ്മ പുറത്തിറങ്ങി ആദ്യത്തെ പർച്ചേസ് തന്നെ ഞങ്ങൾക്കുള്ളതായിരുന്നു, ഇതാർക്കാ അമ്മേ, നല്ല കളക്ഷൻ, ഞാൻ ഇങ്ങനത്തെ ഒരെണ്ണം ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു എന്ന് അവൾ ആ ജ്വല്ലറി ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് പറയാണ്. അപ്പം അതിൽ മാലയും കമ്മലും മോതിരങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ അവളിങ്ങനെ എടുത്ത് നോക്കുന്നത് കാണുമ്പോൾ വൈജയന്തിക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അത് അവൾ അവിടെ വെച്ചിട്ട് അടുത്തത് ഡ്രസ്സിൽ നോക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോൾ ഇതൊക്കെ കണ്ടിട്ട് ഒന്നും ഒന്നും ചെയ്യുന്നൊന്നുമില്ല. ബബിത ഈ കാണിക്കുന്നതൊക്കെ കൃഷ്ണമോൾ നോക്കി നിൽക്കുന്നതേ ഉള്ളൂ. അയ്യോ അടിപൊളി അമ്മേ, നല്ല കളേഴ്സ്, ഇത് ഞാനെടുത്തോട്ടെ, ഇതെൻ്റെ അളവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വളരെ ദേഷ്യത്തോടു കൂടി വൈജയന്തി പറയാണ്, വെക്കടി അതൊക്കെ അവിടെ, എന്ത് കണ്ടാലും വലിച്ചു മാരി എനിക്കെന്നുള്ളൊരു ചിന്ത മാത്രമേ അവൾക്കുള്ളൂ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്നുള്ള ഒരു ഭാവം അവൾക്കില്ല, വെക്കടി അതെല്ലാം എന്ന് പറയുമ്പോൾ അവളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടിക്കൊണ്ട് തന്നെ അതൊക്കെ ആ സോഫയിൽ തന്നെ തിരിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇതേ സമയത്ത് അലീന കിച്ചണിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ഇത് കാണുമ്പോൾ തന്നെ വൈജ പെട്ടെന്ന് അലീനയെ, ഇങ്ങ് വാ, നിന്നെ കാത്താണ് ഞാനിവിടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവൾ വരുമ്പോൾ തന്നെ വൈജയുടെ കയ്യിലുള്ള ആ കവറും ജ്വല്ലറി ബോക്സും അവളെ ഏൽപ്പിക്കുകയാണ്. ഇതെൻ്റെ സ്നേഹ സമ്മാനമാണ് അലീനെ, എൻ്റെ മനസ്സറിഞ്ഞ് ഞാൻ നിനക്ക് തരുന്നതാണ് എന്ന് പറയുകയാണ്. അപ്പോൾ കൃഷ്ണമോൾ ഓടി വന്നിട്ട് വൈജയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട്, അടിപൊളി അമ്മ, എൻ്റെ അമ്മ സൂപ്പർ, എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ വൈജ കൃഷ്ണമോളെ ഇങ്ങനെ തിരിച്ച് കെട്ടിപ്പിടിക്കുന്നുണ്ട്.
അപ്പോൾ വൈജ പറയുകയാണ്, അലീനെ നീ ഇതും വേണ്ടാന്ന് പറയരുത്, ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് സ്നേഹത്തോടു കൂടി നിനക്കൊരു സമ്മാനമായി തരുന്നതാണ്, സമ്മാനം ഒരിക്കലും ആര് തന്നാലും നിരസിക്കാൻ പാടില്ല എന്ന് പറയുകയാണ്. അപ്പോഴേക്കും അലീനയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു കേട്ടോ. അപ്പോൾ അലീന പറയുകയാണ്, മാഡം എനിക്ക് എന്തിനാ മാഡം ഇത്രയും ലക്ഷങ്ങളുടെ സമ്മാനമൊക്കെ, മാഡം എനിക്കൊരു പൂവ് തന്നാലും ഞാനത് സന്തോഷത്തോടു കൂടി ഞാൻ ചൂടും, ഇത്രയും വലിയ സമ്മാനമൊന്നും എനിക്ക് വേണ്ടായിരുന്നു, പക്ഷേ ഇത് ഞാൻ നിരസിക്കില്ല, എൻ്റെ പൊന്നു പോലെ നിധി പോലെ ഞാനിത് സൂക്ഷിച്ചോളാം എന്ന് പറയുകയാണ്. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ബബിതയ്ക്ക് അങ്ങോട്ട് ദേഷ്യം സഹിക്കാൻ വയ്യാട്ടോ. അപ്പോൾ ബബിത പറയുന്നുണ്ട്, എന്തായിരുന്നു ഇവിടുത്തെ നാടകം, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പതിയെ പറഞ്ഞിട്ട് അങ്ങനെ തന്നെ അവൾ റൂമിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ബബിത പോയത് കാണുമ്പോൾ വൈജയന്തി അലീനയോട് പറയുന്നുണ്ട്, അതൊന്നും ശ്രദ്ധിക്കണ്ട, അവൾ എങ്ങനെയൊക്കെ ആവാൻ ഞാനും കൂടി ഒരു കാരണക്കാരിയാണ്, അതൊക്കെ തനിയെ മാറിക്കോളും, നീ ഇതൊക്കെ പോയി ഒന്ന് അണിഞ്ഞ് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ അലീന പറയാണ്, ഞാനിതൊന്ന് അച്ഛനെ കാണിച്ചോട്ടെ ട്ടാ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി ബാലചന്ദ്രനോട് അവൾ ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, അച്ഛാ ഇതൊക്കെ എനിക്ക് അമ്മ മേടിച്ച് തന്നതാ, അമ്മയല്ല കേട്ടോ മേഡായിട്ടാണ് മേടിച്ച് തന്നെ, മേഡത്തിനെ ഞാൻ നോക്കിയതിനുള്ള സ്നേഹസമ്മാനം എന്നാണ് മേഡം പറഞ്ഞത്. അത് സാരില്ല മോളെ, അവൾ എന്തായാലും നിന്നോട് നല്ല രീതിക്കൊക്കെ ഒന്ന് പെരുമാറാൻ തുടങ്ങിയല്ലോ, അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ. അച്ഛാ ഞാനിതൊക്കെ ഒന്ന് പോയി ഇട്ട് നോക്കട്ടെ കേട്ടോ, എന്നോട് ഏതൊക്കെ ഒന്ന് ഇട്ട് നോക്കാനാണ് പറഞ്ഞിരിക്കണേ, ചെല്ല് എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അവളെ പറഞ്ഞേക്കാണ്. അപ്പോൾ അവളെ സന്തോഷം കാണുമ്പോൾ ബാലചന്ദ്രന് വലിയ സന്തോഷം തോന്നുകയാണ്. പെട്ടെന്ന് തന്നെ അലീന ഇതെല്ലാം അണിഞ്ഞ് വന്നിട്ട് വൈജയെയും കൃഷ്ണമോളെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ വൈജയും കൃഷ്ണമോളും പറയുകയാണ്, അയ്യോ എന്തൊരു കറക്റ്റായിട്ടാണ് ചേച്ചിക്ക് ഇതൊക്കെ കിട്ടിയിരിക്കുന്നത്, അടിപൊളിയായിട്ടുണ്ട് ചേച്ചി എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ആ ദിവസം കടന്നു പോകവേ പിറ്റേ ദിവസം ബാലചന്ദ്രൻ ഒരു കാര്യം ചെയ്യാണ്, അലീനയോട് കിച്ചണിൽ വന്നിട്ട് പറയാണ്, അലീനെ നിനക്ക് വേറൊരു സ്ഥലം ഞാൻ റെഡിയാക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ, അവിടെ റെഡി ആയിട്ടുണ്ട്, നീ എന്തായാലും പോകാൻ തയ്യാറായിക്കോളൂ, നിനക്ക് എടുക്കാനുള്ള ഡ്രസ്സോ എന്താണെന്ന് വെച്ചാലൊക്കെ എടുത്തോളൂ കേട്ടോ എന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അലീന പറയാണ്, ഓ അച്ഛാ ഞാൻ എവിടേക്കായാലും പോകാൻ ഞാൻ റെഡിയാണ്, എനിക്കതിനൊരു കുഴപ്പമില്ല. അലീനയോട് ഇതെല്ലാം പറയുന്നത് കേൾക്കുന്ന വൈജയന്തി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതെന്താ ഇപ്പം അവളോട് പോകാൻ പറയുന്നത്, അവൾ എങ്ങോട്ട് പോകണമെന്നായി പറയുന്നത്, അത് പിന്നെ നീ മറന്നുപോയോ, നീ ഇവിടേക്ക് വരണമെങ്കിൽ ഇവളെ പറഞ്ഞു വിടണമെന്നായിരുന്നില്ലേ ആദ്യത്തെ നിർദ്ദേശങ്ങൾ, അപ്പോൾ അന്ന് അവളിവിടുന്ന് പറഞ്ഞു വിടാനായിട്ട് സാധിച്ചിരുന്നില്ല, ഇപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ ഞാൻ ചെയ്തിരുന്നു, ഇപ്പോൾ അതോ ഏകദേശം റെഡി ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവളോട് പോകാൻ തയ്യാറാകാൻ പറഞ്ഞത്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, അവൾ ഇവിടെ തന്നെ നിന്നോട്ടെ. അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, വൈജ നീ പോകാൻ പറയുമ്പോൾ പറഞ്ഞു വിടാനും ഇവിടെ നിർത്താൻ പറയുമ്പോൾ നിർത്താനും എങ്ങനെയാണ് സാധിക്കുക, അവൾക്ക് പോകാനായിട്ടുള്ള ഇത് ഇപ്പോഴാണ് റെഡിയായത്, ഇനി നീ പോകാൻ പറയുമ്പോൾ അങ്ങനെ ഒരു സ്ഥലമൊന്നും കിട്ടണം എന്നൊന്നുമില്ല, അതിന് ഞാൻ എപ്പോഴാണ് പോകാൻ പറഞ്ഞത്, അവൾ ഇവിടെ തന്നെ നിന്നോട്ടെ, അവളെ നല്ലൊരു ഹോം നേഴ്സാണ്, അവളെപ്പോലെ ഒരു ഹോം നേഴ്സിന് എനിക്ക് കിട്ടുമൊന്നുമില്ല, ഞാൻ തിരിച്ച് അമ്മയെ ഇവിടേക്ക് തന്നെ കൊണ്ടുവരാൻ പോവുക, അമ്മയ്ക്ക് അവിടെ കമലേടത്തിയുടെ പോര് കൊണ്ട് നിന്ന് പോകാൻ പറ്റണില്ല എന്ന് അമ്മ കഴിഞ്ഞ ദിവസവും കൂടി വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഇവളെപ്പോലെ ഒരാളെ ബാലചന്ദ്രന് ഇനി മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടാൻ പോകുന്നൊന്നുമില്ല, അവൾ ഇവിടെ തന്നെ നിൽക്കട്ടെ ബാലചന്ദ്ര. ഞാനേ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ പ്രധാന കാരണക്കാരി അവൾ കൂടിയാണ്, അപ്പോൾ അങ്ങനെയുള്ള അവളെ എങ്ങനെയാണ് ഞാനിവിടെ നിറക്കി വിടുന്നത്, അല്ലാതെ എനിക്ക് അവളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടൊന്നുമല്ല ബാലചന്ദ്ര പറയുന്നത്, അവൾ ഇവിടെ നിൽക്കട്ടെ, ഞാൻ പറയുന്നത് എൻ്റെ മനസ്സിൽ തട്ടി തന്നെയാണ്. ബാലചന്ദ്രനും വളരെ സന്തോഷമാവാണ് കേട്ടോ. അലീനയെ അവിടെ നിന്ന് പറഞ്ഞു വിടാനൊന്നും ആയിരുന്നില്ല. വൈജയന്തിക്ക് അലീനയോട് ഇപ്പോൾ ഉള്ള രീതികൾ എങ്ങനെയാണെന്നൊന്ന് അറിയാനും അത് അലീനയെ കാണിച്ച് അവളിലെ സന്തോഷം കാണാനും വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ബാലചന്ദ്രൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം കേട്ട് നിൽക്കുന്ന അലീനയ്ക്കും വളരെ സന്തോഷമാവുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കുന്നുണ്ട്, ഇത്രയെങ്കിലും കേട്ടപ്പോൾ എൻ്റെ മോൾക്ക് സന്തോഷമായില്ലേ? അപ്പോൾ അലീന പറയാണ്, അച്ഛാ ഞാൻ ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചിട്ടുള്ളൂ, ഞാൻ ഒരുപാടൊന്നും ആഗ്രഹിക്കുന്നില്ല അച്ഛാ, എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്നാണ് എൻ്റെ പ്രാർത്ഥന. അമ്മയും മകളുമുള്ള സന്തോഷ നിമിഷങ്ങൾക്കായി നമുക്കും കാത്തിരിക്കാം. മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.